ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ മത്തി കറി വെച്ച് ചാറൊക്കെ പറ്റിച്ച് നല്ല കിടിലൻ ടേസ്റ്റിലെടുത്തിരിക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. സാധാരണയിൽ നിന്ന് ഒരു വെറൈറ്റി രീതിയിലാണ് ഈ കറി വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ മീൻ കറി മൺചട്ടിയിൽ തന്നെ വെക്കണം, അതാണ് ടേസ്റ്റ് കൂടുതൽ. ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതേ സ്റ്റൗവിൽ വെച്ച് കത്തിക്കുന്നതിന് മുൻപായിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് തക്കാളി കഷ്ണങ്ങളാക്കിയതും, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 3 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയ 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി തക്കാളിയും സവാളയൊക്കെ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തവികൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും സവാളയും എല്ലാം വെന്ത് വന്നതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ മീൻ വേകാനുള്ള വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തവികൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് തക്കാളിയും സവാളയും എല്ലാം നല്ലവണ്ണം വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുവരെ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇനിയാണ് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നല്ലവണ്ണം തിളച്ച് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തെ കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെറിയ മത്തി ചേർത്ത് കൊടുക്കാം. ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ തല ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മീനെ കുറേശ്ശെ വീതം ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ മത്തി ക്ലീനാക്കിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി കൂട്ടുന്നതിനും. മീൻ ഇട്ട് കൊടുത്ത ശേഷം തവികൊണ്ട് പതിയെ ഒന്ന് എല്ലാം ഇളക്കി കൊടുക്കാം. ഇനി അടപ്പുകൊണ്ട് അടച്ച് ചാറ് കുറുകി വരുന്നിടം വരെ വേവിച്ചെടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും. ചാറ് നല്ലവണ്ണം ഒന്ന് പറ്റിക്കിട്ടാനുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ബാക്കി വെള്ളം കൂടി വറ്റി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടപ്പേ ഫുള്ളായിട്ട് അടച്ചു വെക്കണ്ട, കുറച്ച് തുറന്നിരിക്കുന്ന രീതിയിൽ അടച്ചു വെച്ചാൽ മതി. 2-3 മിനിറ്റ് കൊണ്ട് ചാറെല്ലാം പറ്റി കറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇതുവരെയും കറിയിലേക്ക് എണ്ണ ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് കറിയിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കറി വെന്ത ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന ചാറ് കറി തണുത്ത് കഴിയുമ്പോൾ നല്ലവണ്ണം ഒന്ന് പറ്റിക്കിട്ടും. അപ്പോഴാണ് ഈ കറിയെ നല്ല കിടിലൻ ടേസ്റ്റിലേക്ക് വരുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഇന്നത്തെ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. മൺചട്ടി ആയതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടും കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്.
കറി തണുത്ത് കഴിയുമ്പോൾ മുളക് ചാറിൽ പറ്റിച്ചെടുത്തതുപോലെ മീൻ കറി കിട്ടും. ഇപ്പോൾ ചെറിയ മത്തി കിട്ടുന്ന സമയമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. ചോറിനും അപ്പത്തിനും കപ്പയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.